നഗരത്തിലെ തിരക്കേറിയ ആശുപത്രിയിലെ ICUവിൽ എപ്പോഴും ഒരുതരം നിശബ്ദതയുണ്ടാകും. യന്ത്രങ്ങളുടെ താളാത്മകമായ ബീപ്പുകൾക്കിടയിലെ ഡ്യൂട്ടി നേഴ്സ് ആയിരുന്നു പ്രിയ. ഒരു വൈകുന്നേരം 10-ാം നമ്പർ ബെഡിൽ പുതിയൊരു പേഷ്യന്റ് എത്തി. മാധവൻ നായർ. പ്രായം 70 അടുത്തിരിക്കുന്നു. മകൻ വിദേശത്തായതുകൊണ്ട് ആശുപത്രിയിൽ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. ശ്വാസതടസ്സം കാരണം സംസാരിക്കാൻ പോലും അദ്ദേഹം ബുദ്ധിമുട്ടിയിരുന്നു. രാത്രി ഡ്യൂട്ടിക്കിടെ പ്രിയ അദ്ദേഹത്തിന്റെ അരികിലെത്തി. പേടിയും ഏകാന്തതയും നിറഞ്ഞ ആ കണ്ണുകളിൽ നോക്കി അവൾ പതിയെ പറഞ്ഞു, "അപ്പൂപ്പൻ പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. വേഗം സുഖമായി വീട്ടിൽ പോകാമെന്നേ." മാധവൻ നായരുടെ വിറക്കുന്ന കൈകൾ പ്രിയയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. പ്രിയ അദ്ദേഹത്തെ സ്വന്തം അച്ഛനെപ്പോലെ പരിചരിച്ചു. കൃത്യസമയത്ത് മരുന്നുകൾ നൽകുന്നതിനൊപ്പം തന്റെ ഫോണിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പഴയ പാട്ടുകൾ കുറച്ചുനേരം കേൾപ്പിച്ചു കൊടുക്കാനും അവൾ മറന്നില്ല. ഡിസ്ചാർജ് ആയി പോകാൻ നേരം മാധവൻ നായർ തന്റെ ബാഗിൽ നിന്ന് മടക്കി വെച്ച ഒരു ചെറിയ കടലാസ് പ്രിയയ്ക്ക് നൽകി. അതിൽ വിറക്കുന്ന കൈപ്പടയിൽ ഇങ്ങനെ എഴുതിയിരുന്നു, "മോളെ പ്രിയേ, ഈ മുറിയിലെ യന്ത്രങ്ങൾക്കിടയിൽ ഞാൻ ജീവൻ തിരിച്ചു പിടിച്ചത് നിന്റെ കരുതലിലാണ്." ആ വരികൾ വായിക്കുമ്പോൾ പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു. മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയോടെ പുതിയൊരു രോഗിയെ പരിചരിക്കാനായി ഇഞ്ചക്ഷൻ സിറിഞ്ചുമായി അവൾ അടുത്ത ബെഡിലേക്ക് നീങ്ങി. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.